ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. സിജു പോലോ. എന്റെ പേര് സിജു. ഓക്കെ, എവിടെ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്? ഞാൻ മാടവനയിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. മാടവനയിൽ നിന്ന്. ഓക്കെ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത്? ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്നത് വെയിറ്റ് ലോസ് ആണ് വന്നത്. ഒരു 14 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിലേക്ക് വരാൻ നേരത്ത്. നിറയെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഗ്യാസ് അസിഡിറ്റി, നെഞ്ചരിച്ചില്, അതുപോലെ പ്രഷർ, കൊളസ്ട്രോൾ, മെഡിസിൻ എടുത്തിട്ടുണ്ടായി. ഇത് കണ്ടിന്യൂ ചെയ്ത് വന്നതാണ്. അപ്പൊ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു മാസക്കാലം എന്നോട് പറഞ്ഞു. അന്നൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി, മാറി മാറി പോയത്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞനുസരിച്ച് പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഫാറ്റ് ഒക്കെ കൂടുതലായിരുന്നു. മാഡം പറഞ്ഞില്ല, മഞ്ഞക്കൊഴുപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അതൊക്കെ കൂടുതലായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രശ്നം തന്നെ കോച്ച് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഭക്ഷണ രീതി തെറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഭക്ഷണ രീതി ഒന്ന് ചേഞ്ച് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു. അതെ, ഈ 14 കിലോ എക്സസ് എന്ന് പറയുമ്പോ ആ ശരീരത്തിൽ അതെ 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 അതിന് കോമഡി ഉണ്ടാവും. അതിനൊരു കോമഡി ഉണ്ട്. എന്റെ ചേട്ടന്റെ കൊച്ചനോട് പറഞ്ഞു, കുഞ്ഞാപ്പ ഫുട്ബോൾ ഒഴുകിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഫോട്ടോ കാണുമ്പോ. ഫുട്ബോളൊക്കെ പോയി. അതിന്റെ എല്ലാം മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ആയി. ഡോക്ടറെ കണ്ടാണ് മെഡിസിൻ നിർത്തിയത്. ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ബ്ലഡ് കൊടുത്തോണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പൊ ഒരു 4 വർഷമായിട്ട് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു, BP കൂടിയിട്ട്. അപ്പൊ ഈ കഴിഞ്ഞ മാസം ഞാൻ ലേക്ഷൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റി. എനിക്ക് BP നോർമലായി, കൊളസ്ട്രോൾ നോർമലായി. അങ്ങനെ നല്ല രീതിയിൽ എന്റെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോ എന്റെ വൈഫിനും സെയിം വെയിറ്റ് എക്സസ് ആയിരുന്നു. എക്സസ് എന്ന് പറഞ്ഞാൽ 43 കിലോകളായിരുന്നു വൈഫിന് എക്സസ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു സ്ലീവ് സർജറി ഒക്കെ ചെയ്തതാണ് വൈഫിന് വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അന്നേരം കുറഞ്ഞു വീണ്ടും കയറി വന്നു വെയിറ്റ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഷുഗർ ഡൗൺ ആവും, അങ്ങനെ ആൾക്ക് ക്ഷീണം കൂടുതലായിരുന്നു. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ 10 കിലോ വെയിറ്റ് എക്സസ് ഉണ്ടായിരുന്നു, കുറച്ചിട്ടുണ്ട്. ഇപ്പൊ ബാക്കി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് 10 കിലോ കുറച്ചിട്ടുണ്ട്. 10 കിലോ കുറച്ചപ്പോ തന്നെ ഇപ്പൊ ഒത്തിരി മാറ്റം വന്നു ആൾക്ക്. 15 വർഷത്തോളമായിട്ട് ഈ സ്ലീവ് ചെയ്തപ്പോ ആമാശം ചെറുതാക്കിയാലോണ്ട് ഫുഡ് കഴിക്കാൻ കഴിയില്ല സമയത്ത്. കുറെ അതൊരു ചെറിയ പ്ലേറ്റിലോ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നിന്നിപ്പോ ആൾ ഡൗൺ ആയി പോകും. ആ ഒരു കണ്ടീഷനാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇതിന് മാറ്റം എന്ന് വെച്ചാൽ ഒരു 15 കൊല്ലത്തിൽ കൂടുതലായിട്ട് നടുവേദന ഉണ്ടാവും. ഞങ്ങൾ മൈസൂരൊക്കെ പോയിട്ട് ബെൽറ്റ് ഇട്ടൊക്കെ വലിക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ പോയതാണ്. അങ്ങനെ വന്നിട്ട് L4 ബ്ലഡ് ചെയ്ത് നിൽക്കുവാന്ന് പറയാം, MRI ചെയ്ത് കഴിഞ്ഞപ്പോ. അപ്പൊ അതിന് സർജറി പറഞ്ഞതായിരുന്നു. പിന്നെ മുട്ടിന്റെ വേദന ഉണ്ടായിരുന്നു, കൈക്ക് 2-നും മരവിപ്പായിരുന്നു. അപ്പൊ അതിലെല്ലാം സർജറി, ഇതിനെല്ലാം സർജറി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ വന്നപ്പോ എനിക്ക് മാറ്റം വന്നു കഴിഞ്ഞപ്പോ ഞാൻ വൈഫിനെ ഇതിൽ കണക്ട് ചെയ്ത് ഈ 10 കിലോ കുറഞ്ഞ ആ പ്രോസസ്സിൽ എന്റെ വൈഫിന്റെ ആ ബാക്ക് പെയിൻ, 15 കൊല്ലത്തിൽ കൂടുതലുണ്ടായിരുന്ന ബാക്ക് പെയിൻ നല്ല റിലീഫായി. ആളിപ്പോ ഓടിച്ചാടി നടക്കാൻ പാകത്തിനായി. പിന്നെ കൈമരവിപ്പ് മാറി, അതുപോലെ തന്നെ മുട്ടുവേദന മാറിയിട്ടുണ്ട്. ഇപ്പൊ 10 കിലോ തന്നെ കുറച്ചപ്പോഴേക്കും അത്ര മാറ്റം വന്നിട്ടുണ്ട് വൈഫിന്. അതുകൂടാതെ ഇപ്പൊ എന്റെ മകനായാലും ഷുഗർ ബോർഡർ ലൈൻ ആയിരുന്നു, കൊളസ്ട്രോൾ 475, ഡബിൾ വിഷന്റെ പ്രോബ്ലം. 13 വയസ്സ്. 13 വയസ്സിൽ ഷുഗർ കൂടുതലുണ്ടായിരുന്നു. അതെല്ലാം ഭക്ഷണത്തിൽ നിന്നാണെന്ന് മനസ്സിലായത് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ്. അപ്പൊ അതിൽ ആ മാറ്റം കുട്ടിയുടെ ഭക്ഷണ രീതി ചേഞ്ച് ചെയ്ത് വന്നപ്പോ ഇപ്പൊ സ്പെക്സ് വെക്കണമായിരുന്നു കേട്ടോ. സ്പെക്സ് വെക്കണ ഇത് വന്ന് ഡോക്ടർ പറഞ്ഞിട്ട് സ്പെക്സ് വെക്കണമായിരുന്നു. ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡബിൾ വിഷൻ ആയിട്ട് കണ്ടു. ഡബിൾ വിഷൻ ആയിട്ട് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ 5 ദിവസം അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അതുപോലെ ശ്വാസം മുട്ടല്, അത് 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. സ്കൂളിൽ പോകുമ്പോൾ ഇൻഹേലർ കൊടുത്തു വിടണമായിരുന്നു കൊച്ചിന്. അതുണ്ടായിരുന്നു. അത് ഈ ഭക്ഷണ രീതി ചേഞ്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ ഇൻഹേലർ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. പിന്നെ സ്പെക്സ് വെക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് നല്ല മാറ്റം വന്നു. നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചബ്ബിയായിട്ടിരുന്ന ആള് ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് ഒരു പിക്ചർ ഉണ്ട്, കഴുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ അകത്ത്. ഇപ്പൊ എന്താ പറയാ, വെയിറ്റ് കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ തീരെ കുറവായിരിക്കും. ഇപ്പൊ സെക്കൻഡ് പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ ആളുടെ കോൺഫിഡൻസ് ആളുടെ ഫേസിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അത് ഈ വെനസ്ഡേ യൂണിഫോം ടീഷർട്ടാണ്. അപ്പൊ ഇടുമ്പോ രണ്ട് ഇന്നർവനെ ഇടും. ഈ ഗൈനക്കോമാസ്റ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കൊച്ചിന്. അപ്പൊ 2 ഇന്നർവനെ ഇട്ടതിന് ശേഷമാണ് ടീഷർട്ട് ഇടുള്ളൂ. അതപ്പോ ഒരു ദിവസം കണ്ട് എന്നാ ഇന്നർവനെയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളാണല്ലോ അത് പറഞ്ഞത്, കൊച്ചിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ അവന് ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നതിനും ബുദ്ധിമുട്ടില്ല. ആ ഒരു ഇതിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ഇളയ
വെച്ച് 8 വയസ്സുണ്ടായിരുന്നു. ആ കുട്ടിക്കും ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ആയിരുന്നു. സപ്പോസിറ്ററി ഒരു ആഴ്ചയിൽ 3 ദിവസം സപ്പോസിറ്ററി വെച്ചാലാണ് കൊച്ചിന് മോഷൻ പോകുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്തതോടുകൂടി അതും ഓക്കെ ആയി, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരു മാസം ഒരു 20 രൂപ മുതൽ 25,000 ചിലപ്പോൾ 30,000 രൂപ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റിന് തന്നെ വേണമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇന്നേ വരെ ഇപ്പൊ ഞാൻ 4 മാസം കഴിഞ്ഞു, 4.5 മാസമായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്റെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്ക് വെയിറ്റ് ആണ് ഇപ്പൊ ഇതിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഇതുവരെ ഒരു മെഡിസിൻ പോലും, അതായത് പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ പോലും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ ഇതിൽ നിന്ന് വന്നതിന് ശേഷം. ഒരു ഫാമിലി തന്നെ ഹെൽത്തി ആയിട്ട് മാറാനായിട്ട് സാധിച്ചു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ സിജുവിന്റെ റിസൾട്ട് കേൾക്കുമ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ മെഡിസിൻസ് ഒന്നും തന്നെ ഇല്ല, യാതൊരുവിധ മെഡിക്ലെയിംസും ഇല്ല. അവരവരുടെ ഭക്ഷണ രീതി അവരുടെ കോച്ചിന്റെ സഹായത്തോടു കൂടി ചേഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് മാത്രം കിട്ടിയ റിസൾട്ടുകളാണ്. കാരണം എന്തൊക്കെ പ്രോബ്ലംസ് ആണോ അവരുടെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് അവരുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ളത്, ആ പ്രോബ്ലംസ് അത്രയും അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിലൂടെ സാധിച്ചു. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ആരും ഇത് കഴിച്ചത് കൊണ്ട് ഷുഗർ മാറുമെന്നോ അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട. അവര് എങ്ങനെ കഴിച്ചിട്ട് വന്നോ അതിനെ ആ കഴിക്കുന്ന രീതി മാറ്റി ഒന്ന് ശരിയാക്കി എടുത്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. നല്ലൊരു ഭക്ഷണം, നല്ലൊരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തു അവരുടെ ശരീരത്തിലേക്ക്. എന്താണോ നമ്മുടെ ബോഡിക്ക് വേണ്ടത് അത് അവരുടെ കോച്ചിന്റെ സഹായത്തോടെ ശരിയായിട്ട് കോച്ച് പറയുന്ന രീതിയിൽ അവർ ചെയ്തതുകൊണ്ടാണ് എല്ലാവർക്കും ആ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാല് ആരൊക്കെയാണോ കോച്ച്